ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ലോൺ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ദയവ് ചെയ്ത് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ ലഭിക്കുന്ന ഒരു അടിപൊളി ലോൺ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നേരെ ഞാൻ ഇവിടെ ഈ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണ്. സ്ലൈസ് ലോൺ ആപ്പ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പേര് ആരും മറക്കരുത്, സ്ലൈസ് ലോൺ ആപ്പ് എന്നാണ്. അപ്പോൾ ഈ ലോൺ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തികച്ചും RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ MBFC വഴിയാണ് നമുക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലോണിന് അത്യാവശ്യമുള്ളവർക്ക് വളരെ ഈസി ആയിട്ടും വേഗത്തിലും ഫാസ്റ്റായിട്ടൊക്കെ ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ സ്ലൈസ് ലോൺ ആപ്പ് എന്നുള്ളത്. അതേപോലെ തന്നെ ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ടും അതേപോലെ തന്നെ ഫാസ്റ്റായിട്ടൊക്കെ ലോൺ തരും എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിലുള്ള ഒരാളായിരിക്കണം എന്നാണ് ഇതിൻ്റെ ഒന്നാമത്തെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ലോണിന് അപ്ലൈ ചെയ്യുന്ന ആൾക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, അതേപോലെ തന്നെ നമ്മളുടെ പ്രൂഫുകൾ തെളിയിക്കുന്ന എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സുകൾ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ലോൺ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് 1000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയൊക്കെ വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിലൊരു എക്സാമ്പിൾ ലോണിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് ഒന്ന് പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് 2000 രൂപ ലോൺ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 18% ഇൻട്രസ്റ്റ് റേറ്റ് വരിക. അതേപോലെ തന്നെ പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നത് 60 രൂപയാണ് നമുക്ക് വരിക. അതേപോലെ തന്നെ നമുക്ക് 12 മാസം കൊണ്ട് നമ്മൾ ഇത് റീപേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നത് 2241 രൂപയാണ്. ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 181 രൂപയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ 2000 രൂപയുടെ ഇൻട്രസ്റ്റ് റേറ്റാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എടുക്കുന്ന ലോൺ എമൗണ്ടിന് അനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു 10,000 രൂപയാണ് നിങ്ങൾ ലോൺ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 18% നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരിക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം ഒക്കെ ധാരണയിലെത്തി എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ലോൺ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുവാനുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും അത്യാവശ്യം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ലോൺ ആപ്ലിക്കേഷനാണ് ഈ സ്ലൈസ് ലോൺ ആപ്പ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നമ്മളുടെ മൊബൈൽ റീചാർജ് കാര്യങ്ങൾ, അതേപോലെ തന്നെ മറ്റുള്ള നമ്മളുടെ സാധാ UPI പേയ്മെൻറ്റുകൾ നടത്തുന്നതുപോലെ തന്നെ ഇതിലും നടത്താവുന്നതാണ്. അതിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ സ്ലൈസ് ലോൺ ആപ്പ് എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഈ വീഡിയോയിൽ ഞാനത് ആവർത്തിക്കുന്നു. നിങ്ങൾക്ക് ലോണിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ലോണിന് ട്രൈ ചെയ്യാവൂ. വെറുതെ കയറി ആരും ട്രൈ ചെയ്യരുത്. അങ്ങനെ ട്രൈ ചെയ്യുകയും നിങ്ങൾക്ക് അഥവാ ലോൺ അപ്രൂവായി ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ EMI കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ സിബിൽ സ്കോർ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ ഡൗൺ ആകാൻ അതൊരു കാരണമാകും. പിന്നെ മറ്റെവിടെ നിന്നും ലോൺ ലഭിക്കാത്ത ഒരവസ്ഥയുണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾക്ക് ഏത് ലോൺ ആപ്ലിക്കേഷനിലാണെങ്കിലും ശരി, വലിയ എമൗണ്ടുകൾ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റേതായ പ്രൂഫുകൾ നൽകേണ്ടി വരും. ഈ കാര്യങ്ങളും എല്ലാവരും ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്.